നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് മെക്കാനിക്കൽ ടൈമറിനെ കുറിച്ച് നോക്കാം. അതിൻ്റെ വർക്കിംഗ് എങ്ങനെ നോക്കാം, അതിൻ്റെ കണക്ഷൻ നോക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് ഒരു മെക്കാനിക്കൽ ടൈമർ. ഇത് ടെലിമെക്കാനിക് എന്ന കമ്പനിയുടെ ടൈമറാണ്. ഇതിൻ്റെ പാർട്ട് നമ്പറാണ് LADT2. ഇതൊരു ഓൺ ഡിലേ ടൈമറാണ്. ഇത് 0.1 തൊട്ടിട്ട് 30 സെക്കൻഡ് വരെ നമുക്കിതിനെ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു നോബ് ഉണ്ട്, ഇത് അവിടെ അങ്ങനെ തിരിക്കുന്നത്. നിങ്ങളിതിൽ ഈ ഒരു ആരോ കാണുന്നുണ്ടാവും. ഈ ഒരു ആരോ ഈ സെൻറ്ററിലുള്ള ഇവിടെയാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് നമ്മൾ അലൈൻ ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ 3 സെക്കൻഡ് ആണെങ്കിൽ ഈ ഒരു ആരോക്ക് നേരെ വെക്കുക. അപ്പോൾ 10 സെക്കൻഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ആരോൻ്റെ നേരെ അലൈൻ ചെയ്യുക ഈ സെക്കൻഡ്. അപ്പം ആ 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ടറിൽ മൗണ്ട് ചെയ്യുന്ന ടൈമറാണ്. ഇതിന് റിലേ ഇല്ല, ഇതിന് പവർ സപ്ലൈൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡയഫ്രം ഉണ്ട്. ഇതിന് ന്യൂമാറ്റിക് ടൈമർ എന്നും പറയും. ഒരു ഡയഫ്രം ഇതിനുള്ളിലുണ്ട്. അതിൻ്റെ എക്സ്പാൻഷൻ വഴിയാണ് ഇതിൻ്റെ ഈ കോണ്ടാക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നത്. ഇതിൽ ഒരു നോർമലി ഓപ്പണും ഒരു നോർമലി ക്ലോസും ഉണ്ട്. ആ ഡയഫ്രം എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ കോണ്ടാക്റ്റിൽ തട്ടിയിട്ട്, കോണ്ടാക്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിൽ തട്ടുമ്പോഴാണ് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നത്. അതായത് നോർമലി ഓപ്പൺ ക്ലോസിലേക്ക് പോകും, നോർമലി ക്ലോസ് ഓപ്പണിൽ മാറും. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുമ്പം അത് സെക്കൻഡ് ഇൻക്രീസ് ചെയ്യും. സെക്കൻഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളിലെ ഡയഫ്രത്തിൻ്റെ എക്സ്പാൻഷൻ്റെ ആ റേറ്റ് കുറയും. അതായത് നമ്മൾ 3 സെക്കൻഡ് വെക്കുകയാണെങ്കിൽ അത്രയും സമയം എടുത്തിട്ടാണ് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ കോണ്ടാക്റ്റിൽ ടച്ച് ചെയ്യുള്ളൂ. ഡയഫ്രം എക്സ്പാൻഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വലിക്കുന്നത്. വലിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്രസ് ആയി നിൽക്കുന്ന ആ ഒരു സ്പേസ് കിട്ടും ഇതിന്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ആയിട്ട് ഇവിടെ വന്നിട്ട് ടച്ച് ആയിട്ട് ഇതിൻ്റെ സ്റ്റേറ്റ് മാറും. ഇതിൻ്റെ നോർമലി ഓപ്പൺ അതിൻ്റെ കോണ്ടാക്റ്റിൻ്റെ സ്റ്റാറ്റസ് മാറും. അപ്പോൾ നമ്മൾ ഈ ഒരു 3 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 3 സെക്കൻഡ് ഞാൻ വെച്ച് 3 സെക്കൻഡിൽ ഞാൻ വലിക്കുകയാണ്. ഈ നോബ് വലിച്ച് അപ്പോൾ ഞാൻ 3 സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാം, ഒരു സൗണ്ട് കേൾക്കാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ സൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ കോണ്ടാക്റ്റിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് ആയതാണ്. അപ്പം ഇത് നമുക്കിങ്ങനെ വലിച്ചു പിടിക്കാനാണ് ഈ കോണ്ടാക്ടറിൽ നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. ഇതിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇതൊരു റിലേ ആണ്. ഇത് കോണ്ടാക്ടർ ടൈപ്പ് റിലേ ആണ്. ഇത് ഷ്നൈഡറിൻ്റെ റിലേ ആണ്. ടെലിമെക്കാനിക് എന്ന് പറയുന്നതും ഷ്നൈഡറിൻ്റെ കമ്പനി തന്നെയാണ്. അപ്പം ഇതേ ഷേപ്പിൽ വരുന്ന നമുക്ക് റിലേയോ അല്ലെങ്കിൽ കോണ്ടാക്ടറോ നമുക്ക് അതിൻ്റെ മുകളിൽ ഇതിനെ മൗണ്ട് ചെയ്യിക്കാൻ പറ്റും. സാധാരണ നമ്മൾ കോണ്ടാക്ടറിലാണ് വർക്ക് ചെയ്യിക്കാറ്, റിലേയിലല്ല. നമുക്ക് ഇതേ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്കിത് വർക്ക് ചെയ്യിച്ച് കാണിച്ചു തരാം. കാരണം നമ്മളിത് യൂസ് ചെയ്യുന്നത് സ്റ്റാർ ഡെൽറ്റ, മെയിൻലി നമുക്ക് സ്റ്റാർ ഡെൽറ്റയിൽ വർക്ക് ചെയ്യിക്കാനാണ്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിലാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ കോണ്ടാക്ടറിൻ്റെ മുകളിലാണ് ഇത് മൗണ്ട് ചെയ്യാറ് സാധാരണ. അപ്പോൾ നമുക്കിവിടെ റിലേയിൽ വെച്ച് കഴിഞ്ഞാലും സെയിം തന്നെയാണ്, സെയിം ഷേപ്പിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് സെയിം കമ്പനീൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ച് ചെയ്തിട്ട് ഇതിൽ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്കിതിനെ ഇതിൽ അറ്റാച്ച് ചെയ്ത് നോക്കാം, കോണ്ടാക്ടറിൽ അറ്റാച്ച് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കോണ്ടാക്ടറിനാണ് പറയുന്നത്, ആക്ച്വലി ഇത് റിലേ ആണ്. ഓക്കെ, ഈ ഒരു ഗ്രൂവിൽ നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻസേർട്ടായി. ഇനി നമുക്കിത് ഏതെന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു നോബ് നമുക്ക് ഇങ്ങോട്ട് ഇത് പ്രസ് ചെയ്തിട്ട് മേലോട്ട് തള്ളി കഴിഞ്ഞാൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ കോണ്ടാക്ടറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പവർ കൊടുത്ത് നോക്കാം. ഓക്കെ, ഞാനിതിൻ്റെ A1 A2 ഞാൻ കോണ്ടാക്ടറിൻ്റെ കോയിലിൻ്റെ സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ മൗണ്ട് ചെയ്യാണ്. ഓക്കെ, ഇതിനെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സപ്ലൈ എന്ന് പറയുന്നത് 48 വോൾട്ട് AC ആണ്. അപ്പോൾ ഞാൻ ഇതിൽ എടുക്കുന്നത് എൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്, 220 വർക്ക് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ 220 സപ്ലൈ ആണ് ഇതിൽ കൊടുക്കുന്നത്. 220ൻ്റെ ഫേസ് ആണ് ഞാൻ ഇതിലേക്ക് കൂടെ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 220ൻ്റെ ഒരു ഫേസ് എടുത്തിട്ട് ഞാൻ ഈ ഒരു NOയിൽ കൊടുക്കുകയാണ്. ഇതിൻ്റെ അതർ എൻഡിൽ നിന്ന് ഞാൻ നേരെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഫേസിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തതിന് മുന്നേ നമുക്ക് ഒരു 3 സെക്കൻഡ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ 3 സെക്കൻഡ് ഞാൻ ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പവർ ഓൺ നോക്കാം. ഇപ്പോൾ കോൺടാക്ടർ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 3 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ ഓൺ ആവുന്നതായിരിക്കും. ഓക്കെ,
ഈ ഇൻഡിക്കേറ്റർ ഓണായി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ NC കോൺടാക്റ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 3 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ കോൺടാക്റ്റ് പിടിക്കുന്ന സമയത്ത് ഈ ഇൻഡിക്കേറ്റർ ഓണാവും. പിന്നെ ഒരു 3 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഈ ഇൻഡിക്കേറ്റർ ഓഫ് ആവും NC കൊടുക്കുകയാണെങ്കിൽ. നിങ്ങൾക്ക് കാണാം ഇവിടെ വേറൊരു ഈ ഒരു സംഭവമുണ്ട്. ഇത് നമ്മൾ കോൺടാക്ടർ ഓണാന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ കോൺടാക്ടർ ഓഫായി കഴിഞ്ഞാൽ അത് തിരിച്ച് പഴയ റിട്ടേൺ പൊസിഷനിലേക്ക് പോകും. അപ്പോൾ ഞാൻ കോൺടാക്ടർ ഓഫാക്കി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കോൺടാക്ടർ ഓണാണ്, ഓഫാണ്, അല്ലെങ്കിൽ ടൈമർ ഓഫാണ് എന്നുള്ള ഇൻഡിക്കേഷനും കൂടിയാണിത്. അപ്പോൾ ഞാനിത് കോൺടാക്ടർ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് താഴോട്ട് പോകും. 3 സെക്കൻഡ് കഴിഞ്ഞാൽ എത്ര സെക്കൻഡാണോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്പുട്ട് ഓണായി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെക്കാനിക്കൽ ടൈമർ വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിലാണ് നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. ഒരു ഇത്ര സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ ഡെൽറ്റയിലേക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് അല്ലാതെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 കൺവെയർ ഉണ്ടെങ്കിൽ 2 കൺവെയർ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കൺവെയർ അല്ലെങ്കിൽ ഏത് കൺവെയർ ആണോ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ലോജിക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം നമുക്ക്. ഇതിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സിമ്പിളാണ്. ഇതിൽ പവർ സപ്ലൈ ഒന്നും കൊടുക്കണ്ട. ഇതിൻ്റെ വയറിങ്ങൊന്നും അത്ര കൂടുതൽ വയറിങ്ങൊന്നും ചെയ്യാനില്ല. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ആകെ ഒരു ഫംഗ്ഷൻ തന്നെ ഉള്ളൂ, മൾട്ടി ഫംഗ്ഷൻ ടൈമർ അല്ല. പിന്നെ ഇത് എല്ലാ കോണ്ടാക്ടറിലും ഇത് മൗണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിന് വേറൊരു സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നോബ് ഉള്ളത് കൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ തിരിക്കാം. ഈ നോബ് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ടൈമർ. സാധാ മൾട്ടി ഫംഗ്ഷൻ ടൈമറൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്നും തിരിക്കാൻ പറ്റില്ല, നമുക്ക് ചെറിയ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് തിരിക്കണം. അങ്ങനത്തെ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ന്യൂമാറ്റിക് ടൈമറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ടൈമർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.